നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. CPI കോഴിക്കോട് ജില്ലാ വനിതാ സംഗമം പേരാമ്പ്ര റീജിയണൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംഘടന ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPI കോഴിക്കോട് ജില്ലാ വനിതാ സംഗമം പേരാമ്പ്ര റീജിയണൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോഴിക്കോട് ജില്ലയില് പങ്കാളിയായിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നെല്ലാം എത്രത്തോളം ഈ ജില്ലയിലെ പ്രസ്ഥാനം വളർന്നിരിക്കുന്നു അഭിമാനകരമായിട്ട് എന്നുള്ളത് വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള ഒരു വനിതാ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഖാക്കളെയും ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ബഹുജന പ്രസ്ഥാനങ്ങളും ഈ കോഴിക്കോട് ജില്ലയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അവഗണിക്കുവാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ ഈ ജില്ലയിലെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് അഭിമാനപൂർവ്വം വിളിച്ചു പറയുവാൻ കഴിയുന്ന തരത്തിൽ ഇതൊരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ കേരള മഹിളാ സംഘത്തിന്റെ പ്രവർത്തകരെയും മഹിളാ സംഘത്തിന്റെ കേരള സംസ്ഥാന കൗൺസിലിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഈ അവസരത്തിൽ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് റീന സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വസന്തം മുഖ്യപ്രഭാഷണം നടത്തി. എന്തു തന്നെയായാലും കേരള മഹിളാ സംഘം നല്ല മുൻകൈ എടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ ഈ സമ്മേളനം ചേർന്നിട്ടുള്ളത്. ഈ സമ്മേളനം നടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരള മഹിളാ സംഘം എന്ന് പറയുമ്പോൾ കോഴിക്കോടിന് വലിയൊരു പങ്കുണ്ട്. കാരണം 1942 കേരള മഹിളാ സംഘം എന്ന പ്രസ്ഥാനത്തിന് നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആവള സ്വദേശി ദീപ്നിയയെ വേദിയിൽ ആദരിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ മാസ്റ്റർ, ആശാ ശശാങ്കൻ, കല്യാണി ടീച്ചർ, R ശശി, വിമല ടീച്ചർ, സരസു കടമന, പ്രസന്ന, യൂസഫ് കോറോത്ത് തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ചു സംസാരിച്ചു. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ഭാരതി ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് EC ശാന്ത നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.